നമസ്കാരം. എംപിയുടെ സ്ത്രീവിരുദ്ധതയും മന്ത്രിയുടെ വർണ്ണവറിയും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. അമ്മ വിഷയത്തിൽ പ്രസിഡന്റ് ഇന്നസെന്റ് ഇനി വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തു പറഞ്ഞാലും ഗുളികൻ നാവിൽ. അവസരങ്ങൾക്കു വേണ്ടി സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം സിനിമയിൽ ഉണ്ടെന്ന പരാതിയെക്കുറിച്ച് ഇന്നസെന്റ് മറുപടി പറഞ്ഞപ്പോൾ ഉള്ളിലെ സ്ത്രീ വിരുദ്ധത അറിയാതെ പുറത്തു വന്നുപോയി. മോശം സ്വഭാവമുള്ള സ്ത്രീകൾ കിടക്ക പങ്കിടാൻ തയ്യാറാവും എന്നായിരുന്നു ഇടതുപക്ഷ സ്വതന്ത്ര എംപിയുടെ മറുപടി. അവസരം വേണമെങ്കിൽ ഇതൊക്കെ വേണം എന്ന് പറയുന്ന പുരുഷന്മാരല്ല കുറ്റക്കാർ. ഇന്നസെൻറ്റിൻ്റെ ഈ വാക്കുകൾ അത്ര ഇന്നസെൻ്റ് അല്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അടുത്ത തവണ ചാലക്കുടിയിൽ മത്സരിക്കാൻ ഇന്നസെൻറ്റിന് പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. ആ കാലൊക്കെ പോയി എൻ്റെ പൊന്നു പെങ്ങളെ. കുണുക്ക് പെൺമണിയെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്പിട പോലെ കുരുക്കിലാക്കണം. മനസ്സിലായിട്ടുണ്ടോ? ഒരു സ്ത്രീയോട് വളരെ മോശമായിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ആ നിമിഷം തന്നെ ഈ ഇരിക്കുന്ന പോലുള്ള പത്രക്കാരും ആൾക്കാരോട് ആളുകൾ പറയും, ആ സ്ത്രീ പറയും. അതൊക്കെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇതിനകത്ത്. തുടുത്ത പൂങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേഖണം. പിന്നെ അവര് മോശമാണെങ്കിൽ അവര് ചിലപ്പോൾ കിടക്കെ പങ്കിട്ടുന്നു വരും. ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. കുണുക്ക് പെൺമണിയെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്പിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞില്ലടാ. പൊട്ടപ്പെട്ട നോക്കടാ. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. Don't play boys. Don't play boys. അലമുണ്ടാക്കണടാ. ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിളി കിക്കിളി കൂട്ടി തക്കിടി കാട്ടേണം. കേട്ടില്ല പന്നി ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞ ഇളക്കാരാണ്. എനിക്ക് ടെൻഷൻ ഒന്നും ഞാൻ രണ്ട് കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോൾ നീ പഠിക്കുള്ളൂ. കുണുക്ക് പെൺമണിയെ നുണുക്ക് വിദ്യകളാൽ മാടപ്പിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. മിണ്ടാതിരിക്കടാ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്റെ ജീവനും അച്ഛനമ്മയല്ലേ. പിന്നെ അവര് മോശമാണെങ്കിൽ അവര് ചിലപ്പോ കിടക്കെ പങ്കിട്ടുന്നു വരും. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. സ്വാശ്രയ സ്ഥാപന ഉടമകൾക്കു വേണ്ടി മധ്യസ്ഥതയ്ക്ക് പോയ നടപടി വിമർശിക്കപ്പെട്ടതോടെ വിശദീകരണവുമായി കെ സുധാകരൻ എത്തി. ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മധ്യസ്ഥത ഒരു തെറ്റാണോ? അദ്ദേഹം ചോദിക്കുന്നു. നാട്ടുപ്രമാണികൾ മധ്യസ്ഥത പറയാറില്ലേ? ശരിയാണ്. കോടതികളിലുള്ള വലിയ തർക്കങ്ങൾ പോലും മീഡിയേഷൻ അഥവാ മധ്യസ്ഥതയിലൂടെ തീർക്കുന്ന സമ്പ്രദായം ലോകം എങ്ങുമുണ്ട്. അവിടെയെല്ലാം മീഡിയേഷൻ ഒരു പ്രൊഫഷണൽ ജോലിയാണ്. രാഷ്ട്രീയ വിവാദമായ സംഭവത്തിൽ പോലും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മധ്യസ്ഥത വഹിക്കാം. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധവും മധ്യസ്ഥത നടത്താം എന്നത് പക്ഷേ കെ സുധാകരൻ്റെ മാത്രം രീതിയാണ്.
ഒക്കെ ഇന്നത്തോണ്ട് തീരും. നാരായണ ചേട്ടൻ പോണതേ 500 കാണാനാ. 500 കാണാനോ? ആ അതെ. ഇന്ന് എന്തെങ്കിലും നടക്കും. മുതലാളി, ഞങ്ങൾ 500 മുതലാളി. ഞങ്ങളെ രക്ഷിക്കണം മുതലാളി. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം മുതലാളി. ഒരു വലിയ തർക്കം എന്റെ മധ്യസ്ഥത്തിലൂടെ തീരുമെങ്കിൽ തീരട്ടെ. നെഹ്റു ഗ്രൂപ്പിന് വേണ്ടി ഞാൻ മധ്യസ്ഥനായിട്ടില്ല. നെഹ്റു ഗ്രൂപ്പും സഹീറിന്റെ കുടുംബവും ഒരുമിച്ച് എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിൽ അങ്ങനെ ഒരു വിശ്വാസം രണ്ട് വിഭാഗത്തിനും ഉള്ളതുകൊണ്ട് 2 വിഭാഗക്കാരും ഒരുമിച്ച് ഇത് ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിന് സമ്മതം മൂടി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. ഞാൻ നേർവഴിക്ക് തന്നെയാണ് പോയത്. CPM-കാരെ കണ്ടുകൊണ്ട് തന്നെയാണ് പോയത്, BJP-കാരും കണ്ടുകൊണ്ടാണ് ഞാൻ പോയത്, ചാനലുകളെയും ഞാൻ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വളരെ സുതാര്യമാണ് എൻ്റെ അപ്രോച്ച്. മറ്റ് വക്കീലന്മാരൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവധിക്ക് വെപ്പിച്ച് കുറഞ്ഞത് ഒരു 5 വർഷത്തേക്കെങ്കിലും നീട്ടും. അതേ കേസ് എന്റെ കൈ കിട്ടിയാൽ അത് 5ന്റെ അന്ന് ഞാൻ ഒതുക്കും. പിന്നെ അവന്മാർ 5 വർഷം തൊണ്ടയിലെ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന കാശ് അത് വറ്റിക്കാതെ തന്നെ 5 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കും. മുഖ്യമന്ത്രി മധ്യസ്ഥന്റെ റോള് വന്നിട്ടില്ലേ? എവിടെയാ മധ്യസ്ഥം നടക്കാത്തത്? ലോകത്ത് മുഴുവൻ മധ്യസ്ഥം നടക്കുന്നില്ലേ? ഏത് വിഷയത്തിലാണ് മധ്യസ്ഥം ഇല്ലാത്തത്? നിങ്ങൾ നിസ്സാരമായിട്ട് എന്താ കാണുന്നത്? ഈ ഒരു കേസിനെ കുറിച്ച് മാത്രമല്ല, ആനക്കാര്യം പോലെ പറയുന്നതിന്റെ കാര്യം എന്തുവാ? ലോകത്ത് എത്രയോ സംഭവങ്ങൾ, ഗൗരവമേറിയ സംഭവങ്ങൾ മധ്യസ്ഥത്തിലൂടെ തീർന്നിട്ടില്ലേ? ഇരുട്ടിന്റെ മറവിലാണ് കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ ചെർപ്പുളശ്ശേരിയിൽ എത്തിയത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇരുട്ട് പരക്കും മുമ്പാണ് എത്തിയത്, അതും കണ്ണൂർ താവഴിയിലെ ബന്ധു വീട്ടിൽ. ഞാൻ രാത്രിയൊന്നുമല്ല അവിടെ പോയത്. ഞാൻ ചർച്ചയ്ക്ക് പോയത് വൈകുന്നേരമാണ്. 4-4:15 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. എൻ്റെ ബന്ധു വീടാണ് ആ ചെർപ്പുളശ്ശേരി ഞാൻ ഇരുന്ന വീട്. എൻ്റെ തറവാട്ടിൽപ്പെട്ട എൻ്റെ ഒരു ബന്ധുവാണ് കുമ്പക്കുടി ചന്ദ്രൻ. ഞാൻ കുമ്പക്കുടി സുധാകരൻ. ഒരവിഹിത ബന്ധം. ഒരു തറവാടാണ്. കണ്ണൂരിൽ നിന്ന് പോയി അവിടെ താമസിക്കുന്ന എൻ്റെ കുടുംബത്തിന് ഒരു താവഴിയാണത്. അവസാനം നൂൽബന്ധങ്ങളുണ്ടായാൽ മതിയായിരുന്നു. അതുകൊണ്ട് കൃഷ്ണദാസിന്റെ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഞാനത് മറച്ചു വെക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. മാനേജ്മെന്റിന്റെ തെറ്റായ നടപടിക്കെതിരെ അവരെ ഉത്തമമായി ബോധ്യപ്പെടുത്തി തെറ്റ് തിരുത്തി അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസരം വിനിയോഗിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ബാധ്യതയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇനി രാഷ്ട്രീയ ബന്ധം പറഞ്ഞാലും സ്വാശ്രയ കോളേജ് ഉടമ പഴയ ബന്ധുവാണ്. കോൺഗ്രസ് ഈ ബന്ധം മറന്നിട്ടാണ് ജിഷ്ണു വധക്കേസിൽ നിലപാട് എടുത്തത്. കൃഷ്ണദാസ് KSUവിന്റെ നേതാവായിരുന്നു. കൃഷ്ണദാസ് KSUവിന്റെ പ്രവർത്തകനായിരുന്നു. കൃഷ്ണദാസ് KSUവിന്റെ സ്ഥാനാർത്ഥിയായി കോളേജുകളിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹവുമായി എൻ്റെ ബന്ധം സ്വാഭാവികമാണ്. ഞാൻ പാർട്ടി നേതാവാണ്, എൻ്റെ ബന്ധമുണ്ട്. ജിഷ്ണു വധക്കേസിലല്ലാതെ അവിടെ മർദ്ദനമേറ്റ മറ്റു കുട്ടികളുടെ കാര്യത്തിലൊന്നും KPCC നിലപാട് പറഞ്ഞിട്ടില്ലെന്നാണ് സുധാകരൻ്റെ പുതിയ വാദം. ലോ കോളേജ് വിഷയത്തിൽ CPM-നെ നിർത്തിപ്പൊരിച്ച കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കുന്നതാവും ഈ വാദവും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഞാൻ ഇടപെടുമ്പോൾ ഞാൻ പാർട്ടിയോട് ചോദിച്ചിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ, പാർട്ടി സഹീർ തല്ലി കേസിൻ്റെ അകത്ത് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നയം സ്വീകരിച്ചിട്ടില്ല. സഹീർ കേസ് KPCC-യുടെ ഒരു തലത്തിലും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് പാർട്ടിയുടെ ഒരു തീരുമാനമില്ല. പാർട്ടി അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം എനിക്കൂടെ പങ്കാളിത്തമുള്ള അഭിപ്രായമാണ്. ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ച കാര്യത്തിലാണ് ആ തീരുമാനം പറഞ്ഞത്. പാർട്ടി പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. എനിക്ക് പാർട്ടിയാണ് വലുത്. പാർട്ടിയുടെ തീരുമാനമാണ് അവസാനത്തെ എൻ്റെ തീരുമാനം. ജിഷ്ണു പ്രണായിയുടെ മരണവുമായും നെഹ്റു കോളേജുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല. പാർട്ടി എടുത്ത തീരുമാനം ജിഷ്ണു കേസാണ്. ജിഷ്ണുവിൻ്റെ ആത്മഹത്യയെന്നും കൊലക്കേസെന്നും പറയുന്ന കേസ്, ആ കേസിലാണ് പാർട്ടിയും മറ്റ് സംഘടനകളുമൊക്കെ നെഹ്റു കോളേജിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചത്.
അപ്പം ഇത് രണ്ടും കൂട്ടിക്കലർത്തുന്നത് ശരിയല്ല. ശ്രീ സുധാകരൻ പാർട്ടിയോട് ആലോചിക്കാതെയോ ചർച്ച ചെയ്യാതെയാണ് അവിടെ മധ്യസ്ഥ ശ്രമത്തിന് പോയത്. അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിനോട് പാർട്ടി യോജിക്കുന്നില്ല. ഈ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടാനും മധ്യസ്ഥതയ്ക്ക് പോകാനും പാടില്ലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. വന്ന് വന്ന ആൾക്കാർക്ക് ഈ ഒത്തുതീർപ്പിൽ ഒട്ടും വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. ഇങ്ങനെ പോയ കോടതിയുടെ സ്വൈര്യം കെട്ടത് തന്നെ. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇത് ചർച്ച നടന്നിട്ടുണ്ട്. എനിക്ക് എന്നോട് വിശദീകരണം ചോദിച്ചു എന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടു. പക്ഷേ എന്നോട് വിശദീകരണം ചോദിച്ചതായി എനിക്കറിയില്ല. ഇതുവരെ KPCC നേതൃത്വം അങ്ങനെ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇതേക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിശദീകരണം അറിയാൻ. എന്റെ കർത്താവേ, മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ. നിങ്ങൾ ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക്. ഒത്തുതീർപ്പാണ് നല്ലത്. ആ പാർട്ടിയുടെ ഏത് തീരുമാനത്തെയും ഞാൻ ശിരസാവഹിക്കും. അടുത്ത രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ സ്വീകരിച്ച നിലപാട് രാഷ്ട്രീയകാര്യ സമിതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും. എന്നും പാർട്ടിയോടൊപ്പം പാർട്ടിക്ക് വിധേയനായി കോൺഗ്രസിൻ്റെ അകത്ത് ഞാനുണ്ടാകും. ചാനൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ വിധി പറയേണ്ടെന്നും കെ സുധാകരൻ. വിധിക്ക് മുമ്പ് കേസ് ഒത്തുതീർപ്പാക്കാനാണല്ലോ നേതാവിൻ്റെ മധ്യസ്ഥത. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹാങ്കറായി ഇരിക്കുന്ന ഒരാളൊരു ജഡ്ജൊന്നുമല്ല. അദ്ദേഹം ഒരു ഹാങ്കറാണ്, ഒരു ചാനലിൻ്റെ ഒരു ജീവനക്കാരനാണ്. ആ നില മറന്നുകൊണ്ട് പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അതിര് കടന്ന വാക്കുകൾ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ഇന്നസെന്റായ ചിരി ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ശരിക്കും ഇങ്ങനെ പോയി ആ സ്പീക്കർ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി എന്നെ വിളിക്കാൻ പോണവർക്ക് ഞാൻ ഇങ്ങനെയാക്കിയ നമ്മൾ കാലം കുറെ നടന്നതല്ലേ.